ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ബാനർ ഫിഷുകളെ പറ്റിയാണ്. ബാനർ ഫിഷുകൾ വ്യാപകമായി കാണപ്പെടുന്നത് ഇന്തോ പസഫിക് സമുദ്ര പ്രദേശങ്ങളിലാണ്. ഇവയുടെ ആവാസ വ്യവസ്ഥ സാധാരണയായി പ്രാവാള പാറകളിലും കടലിലെ അല്പം ആഴമുള്ള ചുരങ്ങൾക്കരികിലും ആണ്. ഹെനിയോച്ചസ് വർഗത്തിൽപ്പെടുന്ന നിരവധി ഇനങ്ങളാണ് ബാനർ ഫിഷുകൾ. ഇവയെ സാധാരണയായി ബട്ടർഫ്ലൈ ഫിഷിൻ്റെ ബന്ധുക്കൾ എന്ന് വിളിക്കാറുണ്ട്. ബാനർ ഫിഷുകളുടെ ആഹാരം ചെറു കടൽ ജീവികൾ, പ്ലാങ്ക്ടനുകൾ, ചെറു ശംഖുകൾ, പുഴുക്കൾ, ചില ഇനങ്ങൾ കൊറൽ പൊളിപ്പുകളെയും ഭക്ഷിക്കുന്നു. ബാനർ ഫിഷുകൾ മുട്ടയിടുന്നവരാണ്, അതുകൊണ്ട് ഇവ ഒവിപാറസ് ജീവികളാണ്. ആൺപെൺ മത്സ്യങ്ങൾ കൂട്ടുകെട്ടായി നീന്തി മുട്ടയിടുന്നു. മുട്ടകൾ വെള്ളത്തിൽ ഒഴുകി കുഞ്ഞുങ്ങളായി വിരിയുന്നു. ബാനർ ഫിഷുകൾ സാധാരണയായി കൂട്ടമായി നീന്തുന്നവരാണ്. അവയ്ക്ക് നീളമുള്ള വെളുത്ത ബാനർ ആകൃതിയിലുള്ള പിൻചിറക് ഉണ്ട്. അതാണ് ഇവയ്ക്ക് ബാനർ ഫിഷ് എന്ന പേര് ലഭിച്ചത്. ചിലപ്പോൾ ഇവ ക്ലീനർ ഫിഷ് ആയി പ്രവർത്തിച്ച് മറ്റു മത്സ്യങ്ങളുടെ ശരീരത്തിലെ പരാന്ന ജീവികളെ നീക്കാറുണ്ട്. ബാനർ ഫിഷുകളിൽ ചെങ്കടൽ ബാനർ ഫിഷ് എന്നത് മറൈൻ റേ ഫിഷിൻ്റെ ഒരു ഇനമാണ്. ഇത് ചിറ്റാഡോണ്ടിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ഒരു ബട്ടർഫ്ലൈ ഫിഷാണ്. ഇവയെ പടിഞ്ഞാറൻ ഇന്ത്യ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്നു. ഫ്ലോറിഡയ്ക്ക് സമീപം ഒരു പരിചയപ്പെടുത്തിയ ഇനമായും തുർക്കിക്ക് സമീപം കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ ലെപ്സസി കുടിയേറ്റക്കാരനായും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെങ്കടൽ ബാനർ ഫിഷിന് ആഴത്തിൽ കംപ്രസ് ചെയ്ത ശരീരമുണ്ട്. ഇത് തലയ്ക്ക് നേരെയുള്ള ഭാഗത്ത് ഇളം മഞ്ഞ നിറത്തിൽ മങ്ങുകയും വെളുത്ത നിറത്തിൽ മങ്ങുകയും ചെയ്യുന്നു. വീതിയുള്ള കോണുകളുള്ള ചെരിഞ്ഞ ലംബമായ കറുത്ത വരകളുണ്ട്. ഇവ താഴെ ഇരുണ്ടതാണ്, പിന്നിലേക്ക് കൂടുതൽ വ്യാപിക്കുന്നു. ഫോർവേഡ് ബാൻഡ് ഡോർസൽ ഫിന്നിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച് കണ്ണിനോട് ചേർന്നോ മുകളിലോ പെൽവിക് ഫിന്നിലേക്ക് ഓടുന്നു. പിൻബാൻഡ് ഡോർസൽ ഫിന്നിൻ്റെ സ്പൈനി ഭാഗത്ത് നിന്ന് ആരംഭിച്ച് അനൽ ഫിന്നിൻ്റെ പിൻഭാഗത്തേക്ക് ഓടുന്നു. പെക്ടോറൽ, ഡോർസൽ, അനൽ ഫിന്നുകളുടെ മൃദുവായ ഭാഗം, ഓഡൽ ഫിന്നുകൾ എന്നിവ മഞ്ഞയാണ്. അതേസമയം പെൽവിക് ഫിന്നുകൾ കറുത്തതാണ്. ഇതിന് ഡോർസൽ ഫിന്നിൻ്റെ മുൻഭാഗത്ത് നിന്ന് നീളുന്ന വളരെ നീളമേറിയ വെളുത്ത ഫിലമെൻ്റ് ഉണ്ട്. മത്സ്യം നീന്തുമ്പോൾ നീങ്ങുന്നു. കാറ്റിൽ പറത്തുന്ന ഒരു ബാനറിന് സമാനമാണ്. ഡോർസൽ ഫിന്നിൽ 11 മുള്ളുകളും 25-26 മൃദുവായ കിരണങ്ങളും അടങ്ങിയിരിക്കുന്നു. അതേസമയം അനൽ ഫിന്നിൽ 3 മുള്ളുകളും 17-18 മൃദുവായ കിരണങ്ങളുമുണ്ട്. ഈ ഇനം പരമാവധി മൊത്ത നീളം 18 സെൻറ്റിമീറ്റർ വരെ എത്തുന്നു. ചെങ്കടൽ ബാനർ ഫിഷ് പവിഴപ്പുറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെ ഇവ മിക്കപ്പോഴും ഒറ്റപ്പെട്ട മത്സ്യമായോ ജോഡികളായോ കാണപ്പെടുന്നു. എന്നിരുന്നാലും വലിയ കൂട്ടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ വലിയ കൂട്ടങ്ങളായി മാറുന്നു. പ്രത്യേകിച്ച് പവിഴപ്പുറ്റുകളുടെ സാന്ദ്രത കുറവുള്ള ആഴത്തിലുള്ള പവിഴപ്പുറ്റുകളുടെ പ്രദേശങ്ങളിൽ അവ സൂപ്ലാങ്ക്ടണിനെയും ബെന്തിക് അകശേരുക്കളെയും ഭക്ഷിക്കുന്നു. പക്ഷേ അവ എത്രത്തോളം ജീവനുള്ള പവിഴപ്പുറ്റുകളെ ഭക്ഷിക്കുന്നു എന്ന് ഇപ്പോഴും നിർണ്ണയിക്കേണ്ടതുണ്ട്. മുട്ടയിടുന്നതിനായി ഏകഭാര്യ ജോഡികളായി മാറുന്ന ഒരു അണ്ഡാകാര ഇനമാണ് ഇത്. ഇവയുടെ ആയുസ് 5 മുതൽ 7 വർഷം വരെയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.
സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.